യോനിസുക, ഈ അനുഗ്രഹത്തിന്റെ ഈ താഴ്വാരത്ത് നമ്മൾ നിൽക്കുമ്പോഴേ ഒരു ആത്മചൈതന്യം വന്ന് നമ്മളെ പൊതിയുന്ന പോലെ തോന്നുന്നില്ല. ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നേ, ഈ സൂറത്തു സാദില് അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിനെ പറ്റി പറയുന്ന ഒരു മനോഹരമായ വാക്യമുണ്ട്. ഇന്നാ വജദ്നാഹു സാബിറൻ നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. ഇന്നാ വജദ്നാഹു സാബിർ, അദ്ദേഹത്തെ ക്ഷമാശീലനായി നാം എത്തിച്ചു. എന്നിട്ട് പറയുന്ന മനോഹരമായ വാക്ക് നിഅമൽ അബ്ദു, എത്ര നല്ല അടിമ. ആ ഒരു വാക്യം തന്നെ അയ്യൂബ് നബി അലൈഹി സ്വലാം ആരാണെന്ന് മാലോകർക്ക് മനസ്സിലാവുന്ന എത്ര ഹൃദ്യമായ പ്രയോഗമാണ്. ഈ താഴ്വാരത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ വിശുദ്ധ ഖുർആനിൽ ഒരു പ്രയോഗം സൂറത്ത് സാദിൽ തന്നെ 42-ാമത്തെ ആയത്തിൽ രോഗം ബാധിച്ച്, ആന്തരികമായും ബാഹ്യമായും രോഗം ബാധിച്ച് ചലനശേഷിയില്ലാതെ അയ്യൂബ് നബി അലൈഹി സ്വലാം കിടക്കുന്ന സമയത്ത്, നമുക്കൊക്കെ അറിയാമല്ലോ, റഹ്മത്ത് ബീവി സുഭിക്ഷമായ ഭക്ഷണം കൊണ്ടുവന്ന സമയത്ത് അയ്യൂബ് നബി അലൈഹി സ്വലാം ചോദിക്കുകയാണ്, എവിടുന്നാണ് ഈ ഭക്ഷണം? ഒരു അസ്വാഭാവികത ഭാര്യയിൽ കണ്ടപ്പോൾ അയ്യൂബ് നബി സ്വലാം അന്വേഷിക്കുകയാണ്. അപ്പോഴാണ് മുടി നീക്കി വിറ്റ് ആ ഭക്ഷണം കൊണ്ടാണ്. നമുക്കൊക്കെ ആണുങ്ങൾക്കൊക്കെ നമുക്കുണ്ടാകുന്ന പരീക്ഷണങ്ങൾ നമ്മൾ സഹിക്കും, പക്ഷെ നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന പരീക്ഷണങ്ങൾ ഒരിക്കലും നമുക്ക് സഹിക്കാൻ കഴിയത്തില്ല. റഹ്മത്ത് ബീവിയുടെ ആ ഒരു പോയിന്റിൽ നിന്നാണ് വിശ്വവിഖ്യാതമായ പ്രാർത്ഥന സൂറത്തുൽ അംബിയായിലെ 83-ാമത്തെ അന്നീ മസ്സനി യദുറു വ അന്ത അർഹമുർ റഹീമീൻ. നമ്മളെല്ലാവരും കാണാതെ പഠിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, നീ ഇതാ ഒരു ദുഃഖം ബാധിച്ചിരിക്കുന്നു റബ്ബേ, രോഗം ശിഫയാക്കാൻ അതിനകത്ത് പ്രയോഗമില്ല. അന്ത അർഹമുർ റഹീമീൻ, നീ കാരുണ്യവാന്മാരിൽ കരുണ ചൊരിയുന്നവനാണല്ലോ എന്ന് പറയുക. അല്ലാഹു തആല ഇജാബത്ത് നൽകുകയാണ്. അത് സൂറത്തു സാദിൽ തന്നെ അല്ലാഹു തആല പറയുന്നു, ഉർഖുദ് ബിരിജ്ലിക ഹാദാ മുഖ്തസലും ബാരിദും വശറാബ്. അങ്ങയുടെ കാലുകൊണ്ട് ഇവിടെ ഒന്ന് അടിക്കൂ എന്നുള്ളാഹു പറയാം. 2 ഉറവകൾ അല്ലാഹു സൃഷ്ടിച്ചു കൊടുത്തു, ഒന്ന് കുടിക്കാനും മറ്റൊന്ന് കുളിക്കാനും. കുളിക്കേണ്ട ഉറവ കൊണ്ട് അദ്ദേഹത്തിന്റെ അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ ബാഹ്യമായ രോഗങ്ങളും കുടിച്ച വെള്ളം കൊണ്ട് ആന്തരികമായ രോഗങ്ങളും ശിഫയാക്കപ്പെട്ടു. നമ്മൾ ഈ താഴ്വാരത്ത് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ചരിത്രത്തിൽ മുഅ്ജിസത്തിന്റെ കാലടിപ്പാടുകൾ പതിഞ്ഞ ഈ മണ്ണിൽ നമ്മളിങ്ങനെ വന്ന് നിൽക്കുമ്പോൾ അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ ഓർമ്മകൾ ഒരു ഇളം കാറ്റ് പോലെ നമ്മെ വന്ന് തഴുകിത്തലോടുന്ന പോലെ അനുഭവപ്പെടുന്ന വാജ്യമായൊരു അനുഭൂതി. എല്ലാവരും ഈ സ്ഥലത്ത് വരാൻ നമ്മൾ കൊതിക്കണം. ഈ ഭൂമിയുടെ വിരുമാറിലൂടെ പാപത്തിന്റെ പാഴ്ചേറുകളിൽ നിന്നും വിശുദ്ധിയുടെ താരാപഥങ്ങളിലേക്ക് മനുഷ്യമക്കളെ കൈപിടിച്ച് ആനയിച്ചുപോയ പ്രവാചകന്മാരുടെ പരിശുദ്ധമായ പാദപതനങ്ങൾ പതിഞ്ഞ ഇത്തരം മണ്ണിലൊക്കെ വരാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ കൊതിക്കണം, ആഗ്രഹിക്കണം. അല്ലാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ.